നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. നിധി കിട്ടിയതിന്റെ അമ്പരപ്പിലാണ് കണ്ണൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ആദ്യം ബോംബെന്ന് കരുതി വലിച്ചെറിഞ്ഞ പാത്രത്തിൽ നിന്നാണ് നിധി കൂമ്പാരം കണ്ടെത്തിയത്. ബോംബാണെന്ന് കരുതി പേടിച്ചാണവർ ആ പാത്രം വലിച്ചെറിഞ്ഞത്. പക്ഷേ ഏറിൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തു വന്നത് നിധി കൂമ്പാരമായിരുന്നു. 17 മുത്തുമണികൾ, 13 സ്വർണ പതക്കങ്ങൾ, കാശിമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കങ്ങൾ, പഴയ കാലത്തെ 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, ഒട്ടേറെ വെള്ളി നാണയങ്ങൾ. കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തിൽ അറിയിച്ച് പോലീസിന് കൈമാറി. കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് LP സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള 18 തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിപ്പിച്ചു വെച്ച നിലയിലും ജില്ലയിൽ ബോംബ് കണ്ടെത്തുന്ന കാലമാണല്ലോ. അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണെന്നാണ് ഇവർ കരുതിയത്. നിധിയാണെന്നറിഞ്ഞപ്പോൾ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഏറ്റുവാങ്ങുകയും ചെയ്തു. പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി SI MB ഷിജു. നിധിയിൽ സ്വർണ്ണ നാണയങ്ങളുടെ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണയിക്കുകയാണെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E ദിനേശൻ പറഞ്ഞു. ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിന്റെ മാതൃകയിലാണ് നിധി അടങ്ങിയിരിക്കുന്ന പാത്രത്തിന്. ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണവും പണവും സൂക്ഷിക്കാറുണ്ട്. മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാവാനും സാധ്യതയുണ്ട്. സ്വർണം പൂശിയതാണോ എന്ന് വ്യക്തമല്ല. സമഗ്ര ന്യൂസ്, കണ്ണൂർ.